വിഖ്യാതമായ പൊസിഷൻ ഫുട്ബോളുമായി അവർ വീണ്ടും അവതരിച്ചു. ലമാസിയയുടെ മണ്ണിൽ മുളച്ച വിത്തുകൾ ലോകവേദിയിൽ വൻമരങ്ങളായി പടർന്നതോടെ സ്പെയിൻ വിളിച്ചോതുന്നത് തിരിച്ചുവരവിന്റെ അധ്യായമാണ്. 2010 ലോകത്തിന്റെ നെറുകയിൽ നിന്നവർ പിന്നീട് കണ്ടത് വീഴ്ചയുടെ ആഴങ്ങൾ. ടിക്കിടാക്കിയുടെ കാലം കഴിഞ്ഞുവെന്ന് ലോകം വിധിയെഴുതി. വിമർശനങ്ങളുടെയും നിരാശയുടെയും കനൽ വഴികളിലൂടെ അവർ നടന്നു നീങ്ങി. 2 ആണ്ട് മുന്നേ യൂറോപ്പ് കീഴടക്കി തിരിച്ചുവരവിന്റെ ദൃഷ്ടാന്തം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഇന്നിതാ ലോകവേദിയിൽ അവസാന പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പിച്ചു. ഗാലറിയിൽ ശ്വാസമടക്കി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അവർ. ഒരു കാലത്ത് ലോകം കാൽക്കീഴിലാക്കിയ ഇതിഹാസങ്ങൾ. ഫ്രാൻസിനെതിരെ അവരുടെ പിന്മുറക്കാർ ഒത്തിണക്കത്തോടെ ഫ്രഞ്ച് പടയോട്ടത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. കാറ്റും കോളുമായെത്തിയ ഫ്രഞ്ച് കൊടുങ്കാറ്റിനെ വിഖ്യാതമായ പൊസഷൻ ഫുട്ബോൾ കൊണ്ട് ലാറോജകൾ ചങ്ങലക്കിട്ടു. പന്തിന്മേൽ പൂർണ്ണ ആധിപത്യം വീണ്ടെടുത്ത് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഫുട്ബോൾ ലോകം തിരിച്ചറിഞ്ഞു. സ്പാനിഷ് പടയുടെ പ്രതാപകാലം വീണ്ടും ഉദയം ചെയ്തിരിക്കുന്നു. പ്രതിരോധത്തിന്റെ നെടുംകോട്ടയായി മാറി കുബാർസി തിളങ്ങുമ്പോൾ അവന്റെ ഓരോ ചുവടിലും ഭൂതകാലം കണ്ട് ഗാലറിയിലിരുന്ന് കൈയടിക്കുകയായിരുന്നു കാർലോസ് പുയോൾ. മുന്നേറ്റങ്ങളിൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ലെമീൻ യമാൽ പന്ത് തട്ടി. ഇടതുവിങ്ങിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയും പ്രതിരോധത്തിന്റെ പാറക്കെട്ടാവുകയും ചെയ്തു കുക്കുറേയ. വിസ്മയങ്ങളുടെ വിളനിലമായ ലമാസിയയിൽ നിന്ന് പന്ത് തട്ടി തുടങ്ങിയവരാണിവരെല്ലാം. ലോകവേദിയിലെ ഫൈനൽ പോരാട്ടത്തിലേക്ക് അവർ മാർച്ച് ചെയ്യുമ്പോൾ നിസ്സംശയം പറയാനാകും, സ്പെയിൻ ഇന്നും ലോക ഫുട്ബോളിന്റെ ഈറ്റില്ലം തന്നെയാണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.